ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഒരു വിഷു സ്പെഷ്യൽ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലപ്പുഴ അമ്പലത്തിലോട്ടാട്ടാ. അമ്പലപ്പുഴ അമ്പലമില്ലാണ്ട് എന്ത് വിഷു എന്ന് പറയും പോലെ. അപ്പോൾ നമ്മളിതാ അക്ഷയും ഞാനും അതുപോലെ തന്നെ ആമിയുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതായത് കാണിക്കാഞ്ചി ഇരിക്കുന്നതിൻ്റെ അവിടം തൊട്ട് നല്ല തിരക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മളൊരു വിധത്തിൽ വണ്ടിയൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് നടന്നാണ് പോയത്. കുറച്ച് ദൂരം നടന്ന് തന്നെയാട്ടോ പോയത്. കണ്ടാൽ ഒരു അസൽ മിനി ഗുരുവായൂർ, ഒരു ചെറിയ ഗുരുവായൂരാണെന്ന് തന്നെ പറയാം കേട്ടോ നമുക്ക്. കാരണം ഗുരുവായൂരിലുള്ള പോലെ തന്നെ നടപ്പന്തലിന് 2 സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട്. കുറേ കൃഷ്ണ വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പൂക്കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. നല്ല തിരക്കായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇതിൽ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് അകത്ത് കയറി തൊഴാനുള്ള ക്യൂ ആട്ടാ. എന്തായാലും വന്ന സ്ഥിതിക്ക് കണ്ണനെ കാണാണ്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നിന്നു ആ ക്യൂവിൽ ഏറ്റവും അറ്റത്ത് ഞങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മുന്നേയുള്ള ക്യൂ ആണിത്. ഒരു 3-4 വട്ടം കറങ്ങിയാണ് ഈ ക്യൂ അകത്തെത്തുന്നത് തന്നെ. ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പിന്നെ രാവിലെ കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെതാ നമ്മൾ അടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉച്ചയായ ഒരു സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു. ആദ്യം നിന്നത്ര ലാഗ് പിന്നെ ഇല്ലായിരുന്നു. ആമി നിന്ന് കാല് കഴിച്ചപ്പോൾ പിന്നെ അക്ഷയ അവളെ എടുത്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. കാരണം അവൾ നിലത്ത് നിൽക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞല്ലേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഈ ഒരു പടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കൂടിയാണ്, നമ്മളത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി തൊഴുതു. പിന്നെ കാല് പൊള്ളിയപ്പോഴത്തേക്ക് ഞാനും ആമയും കൂടെ വെച്ചിട ഓട്ടായിരുന്നു. അവസാനം നമ്മളവിടെ ഒരു കുടത്തിൽ വെണ്ണ നടത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഫുള്ള് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ നമ്മളത് മുഴുവൻ കൊടുത്തില്ല, കുറേശ്ശെ കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം രാവിലെ അവളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് പുള്ളീനെ നൈസായിട്ട് നമുക്ക് മസാല ദോശ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വെണ്ണ നാക്കിലോട്ട് കൊടുത്തിട്ട് നമ്മൾ പോയി. ഞങ്ങൾ രണ്ടും ഊണും പറഞ്ഞോളും മസാല ദോശയും പറഞ്ഞു. പക്ഷേ മസാല ദോശ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലായിരുന്നു. ഇതിനകത്ത് മസാല എല്ലാം എന്താ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇവർക്ക് പിന്നെ സാധാ ദോശ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ടാറ്റാ, ബൈ.